ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു കോണ്ടിനെൻ്റൽ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്, ചിക്കൻ സ്റ്റീക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. സ്റ്റീക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ബ്രസ്റ്റ് പീസ് ഞാനിങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മസാലയൊക്കെ നല്ല പോലെ ചിക്കനിലേക്ക് ഇറങ്ങി വരും. ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഇത് ഡാർക്ക് സോയാ സോസാണ്, പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ 2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക്ക്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ മതി, ഇത് ഓപ്ഷണലാണ്. ഇനി ഇത് നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് 1 to 2 hours വരെ ഇങ്ങനെ തന്നെ വെക്കാം. ഇനി ഈ ടൈമിൽ നമുക്ക് സ്മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 പൊട്ടറ്റോസ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പൊട്ടറ്റോസൊക്കെ പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഫോക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക. ചൂടായ കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഉരുകി വന്നതിന് ശേഷം ഈ സ്മാഷ് ചെയ്ത പൊട്ടറ്റോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ, പിന്നെ 1/2 കപ്പ് പാല്. ഇത് ഞാൻ തിളപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ സ്മാഷ് ചെയ്ത് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. സ്മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായതിന് ശേഷം ഞാനിവിടെ 1 കുക്കുംബറും ഒരു 1/2 ക്യാരറ്റും ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇട്ടിട്ട് നല്ല പോലെ സോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവരുത്, ജസ്റ്റ് ഒരു സോട്ടിങ്. കുക്കുംബറും ക്യാരറ്റും സോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ സെയിം പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ബട്ടർ തന്നെ. ഇനി ഇതൊന്ന് മെൽട്ടായതിന് ശേഷം ഒരു ചെറിയ ബ്രക്കോളി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ബ്രക്കോളിയാണ് ഇത്. ഞാൻ ഹാഫ് കുക്ക് ചെയ്ത ബ്രക്കോളിയാണ്, ചൂടുവെള്ളത്തിൽ ഇട്ട് സ്ട്രെയിൻ ചെയ്തെടുത്ത ബ്രക്കോളിയാണ്. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ കുറച്ചുപ്പും 1/2 ടീസ്പൂൺ കുരുമുളകും കൂടിയിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. കളർ ചേഞ്ച് ആവാതെ ശ്രദ്ധിക്കണം. അപ്പം ബ്രക്കോളിയും സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഹെർബ് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു പോർഷനാണ് റൈസ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടത്. ബട്ടർ ഒന്ന് മെൽട്ടായതിന് ശേഷം 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക്, 1 ടീസ്പൂൺ സ്പ്രിംഗ് ഓണിയൻ, 1 ടീസ്പൂൺ മല്ലിയില, പിന്നെ ഒറിഗാനോ 1 ടീസ്പൂൺ ഒറിഗാനോ, ഇതെല്ലാം ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കളറ് ചേഞ്ച് ആവാതെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു പോർഷൻ റൈസാണ് ബോയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് സ്പ്ലിറ്റ് ആവാണ്ട് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഹെർബ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി സ്റ്റീക്കിന് വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കാം. അതിന് ഞാൻ ചൂടായ കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള ഇങ്ങനെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. 2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. സവാളയൊക്കെ സോട്ടായി വരുന്ന ആ ടൈമിൽ തന്നെ ഞാനിവിടെ പാരലലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതധികം മുരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഷാലോ ഫ്രൈ. ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആവും. ഈ ഒരു ടെക്സ്ചറിൽ 2 സൈഡും കിട്ടണം. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഈ സൈഡ് ആകുമ്പോഴേക്കും സവാളയിൽ ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ്, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ടൈമിൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2.5 ടീസ്പൂൺ സോയാ സോസ് ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിലേക്ക് ഞാൻ 1 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ബോയിൽ ചെയ്ത് വരണം. ചിക്കൻ സ്റ്റോക്ക് അവിടെ ബോയിൽ ചെയ്ത് വരുന്ന ടൈം കൊണ്ട് തന്നെ ഇവിടെ ബ്രസ്റ്റ് പീസ് റെഡി ആയിട്ടുണ്ട്. ഇത് 2 സൈഡും നല്ല പോലെ ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണം. ഇപ്പോൾ ഇതേ സോസ് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ ഞാൻ 1/4 കപ്പ് കോൺഫ്ലവർ സ്ലറിയും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. സോസ് റെഡി. ഇനി ഞാനിത് എങ്ങനെയാണ് സെർവ് ചെയ്യാമെന്ന് കാണിക്കാം. ഒരു സൈഡിൽ ഹെർബ് റൈസ് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത ബ്രസ്റ്റ് പീസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സോസ് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി സോട്ട് ചെയ്ത വെജ്ജീസ് ഇട്ട് കൊടുക്കാം ഒരു സൈഡിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജ്ജീസ് എടുക്കാം കേട്ടോ. ഇനി സൈഡിൽ സ്മാഷ്ഡ് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മീതെ ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടിയും ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, ജ്യൂസി ചിക്കൻ സ്റ്റീക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.